ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ചധികം ഡിഫറെന്റ് ആയിട്ടുള്ള DVR നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരുപാടധികം വെറൈറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിൻഷീൽഡും അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുന്നു, അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്ക് റെക്കോർഡിംഗ് ഉള്ളത് നമ്മുടെ ഉള്ളിലിരുന്ന ആൾക്കാരെ കാണാനായിട്ട്, അതേപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മളെ വണ്ടി ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാക്കിംഗ് സിസ്റ്റം അടക്കമുള്ള DVR കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ ഒരു കാറിന്റെ മുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് മിററിന് അറ്റാച്ച് ചെയ്ത് ഫിറ്റ്മെന്റ് ചെയ്യണ ഒരു DVR ആണ്. മോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതായിട്ടാണ് മോക്കോയുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസും അതേപോലെ തന്നെ നമ്മളെ SD കാർഡിലുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ സ്ക്രീനിലായിട്ട് വരുന്ന ഐറ്റാണ്. ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ആ വേരിയന്റ് പോലെ തന്നെ നമുക്ക് ഇത്തിരി കൂടി ഫീച്ചേഴ്സ് കൂടിയ ഒരു ഐറ്റാണ് മോക്കോയുടെ തന്നെ. ഇത് റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ വീഡിയോസും ഇത്തിരി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഐറ്റാണ് മോക്കോയുടെ തന്നെ. ഇതും മിററിൽ അറ്റാച്ച് ചെയ്ത് ഫിറ്റ്മെന്റ് ചെയ്യണതാണ്. ഇത്തിരി കൂടി ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും റെക്കോർഡിംഗ് ഉള്ളത്. പിന്നെ നമുക്ക് ഇൻഫോടൈമിൽ വരുന്ന സ്മാർട്ട് ഓഡിയോയുടെ ആ ഒരു ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉള്ള 2 വർഷം വാറന്റി ഉള്ള ആയിട്ടാണ്. അത് എന്താ പറയുക, ആൻഡ്രോയിഡ് 12 കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ T9 പ്രോസസ്സറും 2GB + 32 ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഉള്ള ഒരു ഐറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഇൻഫോടൈൻമെന്റ് മാറ്റിയിട്ട് റെക്കോർഡിങ് വേണമെന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഒരു ആൻഡ്രോയിഡ് ചെയ്തു, അതിൽ നമുക്ക് ആ ഒരു ഇൻഫോടൈൻമെന്റ് മാറ്റാണ്ട് നമുക്ക് ഒരു DVR കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞൻ ഐറ്റം നമുക്ക് ചെയ്താൽ മതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആൻഡ്രോയിഡ് ആയാലും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് ഫിറ്റ്മെന്റ് ചെയ്യാം. ഏത് ആൻഡ്രോയിഡ് ആയാലും നമുക്ക് അതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ട് മാത്രമുള്ളതാണ്. SD കാർഡ് 32 GB മാത്രം ഇടുന്നതാണ്. നോർമലായിട്ട് വരുന്നതായിട്ടാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ ഒരു 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സർവീസ് വാറണ്ടിയാണ് വരിക, റീപ്ലേസ്മെന്റ് വാറണ്ടി അല്ലാതെ ഈ ഒരു ഐറ്റങ്ങൾക്കൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് വിൻഷീൽഡിൽ ഫിറ്റ്മെന്റ് ചെയ്യണ ഒരു ഐറ്റമാണ് സ്നാപ്ട്രോണിക്സിന്റെ തന്നെ സ്മാർട്ട് DVR എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. ഇത് നമ്മളെ GoPro ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ഐറ്റമാണ്. SD കാർഡ് 64 GB ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് മൊബൈലിലേക്ക് നമ്മുടെ കൺവേർട്ടറൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ അഡാപ്റ്ററൊക്കെ ചെയ്തിട്ട് ഒരു SD കാർഡ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിലേക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. സിഗർ ലൈറ്ററിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പിലാണ് ഇതിന്റെ വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ലേ, GoProന്റെ ഒക്കെ അത്ര വരുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 4500 റേഞ്ച് വരുന്ന ഒരു DVR നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തന്നെ ഡിലീറ്റ് ആയി പോണ സെറ്റപ്പിൽ തന്നെയാണ് ഇതിൽ വന്നത്. നമ്മൾ സെപ്പറേറ്റ് മാനുവലായിട്ട് പോയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ചിലവർക്ക് ഡൗട്ട് ഉണ്ട് DVR ഒക്കെ അങ്ങനെയാണ് വരിക എന്നുള്ളത്. നല്ല ക്വാളിറ്റി DVR ഒന്നും അങ്ങനെ വരില്ല. നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട, തന്നെ ഡിലീറ്റ് ചെയ്ത് കൂട്ടാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു SD കാർഡിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് എടുത്താൽ മാത്രം മതി, അഡാപ്റ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മളെ മോക്കോ പറഞ്ഞ പോലെ തന്നെ അതിനെക്കാട്ട് കുറച്ചും കൂടി റേറ്റ് കുറവും കുറച്ചും കൂടി ഫീച്ചേഴ്സ് കുറഞ്ഞതായിട്ടാണ് സ്നാപ്ട്രോണിക്സിന്റെ തന്നെ നമ്മളെ ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് വരുന്ന ഫുൾ സ്ക്രീനിൽ വരുന്ന ഒരു DVR ആണ്. ഇതൊക്കെ SD കാർഡ് ഇടുന്ന ടൈപ്പാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും ആ ഒരു മോക്കോയുടെ സെറ്റപ്പ് തന്നെ ആ ഒരു മിററിൽ അറ്റാച്ച് ചെയ്ത് ഫിറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ വണ്ടി കൊണ്ടുപോയി, അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എവിടേക്കാണ് ഉള്ളത്, അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ മൊബൈലിൽ ഇരുന്ന് നമുക്ക് വീട്ടിലിരുന്ന് കാണണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഐറ്റമാണ്. ഇപ്പോൾ ഗൾഫുകാരെ കൂടുതലും ചൂസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്. സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തന്നെ ഈ ഒരു സംഭവം നമ്മളെ വണ്ടി ആർക്കും കൊണ്ടുപോകണേ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് DVR. സോണിയുടെ ലെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സെൻസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുള്ള ഐറ്റമാണ് കേട്ടോ. ഹമാനിലാണ് വന്നത്. നമ്മളെ NFS കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും സർവീസ് വാറണ്ടി ഉണ്ടാവുക, എല്ലാത്തിലും സർവീസ് വാറണ്ടി ഉണ്ടല്ലോ കേട്ടോ. റീപ്ലേസ്മെന്റ് വാറണ്ടി ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെയുള്ള ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ ഹമാന്റെ തന്നെ ഫ്രണ്ടും അതേപോലെ തന്നെ ഇൻസൈഡും ഉള്ളിലുള്ള ഫുട്ടേജ് കിട്ടാനുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തപ്പി നടക്കുന്ന ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. DVR നമ്മളെ ഇൻസൈഡിലുള്ള നല്ല ക്വാളിറ്റിയോടുള്ള ഫുട്ടേജ് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടി ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഉള്ളിലൊക്കെ എന്തൊക്കെ സംഭവിക്കണേ, അതേപോലെ തന്നെ ആരൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ ഉള്ളിലുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. വൈഫൈ ഉള്ള ടൈപ്പാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി നമുക്ക് വരുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് DVR കേട്ടോ. ഇതും നമ്മൾ പറഞ്ഞ വൈഫൈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുൾ HD എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് ഇത് ഫ്രണ്ട് വിൻഷീൽഡും അറ്റാച്ച് ചെയ്ത് ഫിറ്റ്മെന്റ് ചെയ്യണത്. വാക്കം വെച്ചിട്ട് 3 ആപ്പിൽ ഫിറ്റ്മെന്റ് ചെയ്യണ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ ആ ഒരു ഫ്രണ്ട് ഫുട്ടേജ് നമുക്ക് കിട്ടാനുള്ള ഐറ്റം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഒരു ബാക്ക് റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ DVR അതേപോലെ തന്നെ വൈഫൈയോ ഒന്നും അല്ല കേട്ടോ. സിമ്മോ SD കാർഡോ ഒന്നും ഇടാൻ പറ്റില്ല.
നമുക്ക് റിവേഴ്സ് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണണം. വലിയ ഇൻഫർടൈൻമെന്റോ വലിയ പൈസ കളയാനില്ല. ഒരു ചെറിയ പൈസക്ക് ഒരു റിവേഴ്സ് ക്യാമറ വേണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മിററിൽ വരുന്ന ഒരു ക്യാമറയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമൽ പ്രൈസ് കിട്ടും. അപ്പോൾ വലിയ പൈസ മുടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഇരിക്കണ ആയിട്ടാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുള്ള DVR സെക്ഷനൊക്കെ നമ്മളെ ഷോപ്പിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇഷ്ടമാവണമെങ്കിൽ പറ്റുകയാണെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം.